ഉണ്ടായിരുന്നു പ്രാർത്ഥനയുടെ. പിന്നെ ഇപ്പുറത്ത് മേലൊക്കെ ജനവാസ കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു, വീടുകളുണ്ടായിരുന്നു. ഈ കുന്നിൻ്റെ അപ്പുറം അതൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറേ വീടുകൾ ഉപയോഗശൂന്യമായിട്ടുണ്ട്. താഴെ വീടുകൾ താഴെ ഇവിടെ 1, 2, 3 ആ ടൗണിനോട് അനുബന്ധിച്ചാണ്. പിന്നെ ഈ ഭാഗത്തൊക്കെ തോട്ടങ്ങളായിരുന്നു, കാപ്പിക്കാടും ഇതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പുഴ. പിന്നെ കുറച്ച് താഴേക്കാണ് താമസക്കാരുള്ളത്. അവിടെയും കുറച്ച് വീടുകളുണ്ട്. വീടുകൾ ഒരു 1, 2, 3, 4, 5, 6, 7, 8 വീടുകൾ താഴ്ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട് പൂർണ്ണമായിട്ടും. ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം നോക്കിയപ്പോൾ ഒരു പൂർണ്ണമായും തകർന്ന ഒരു വീടുകൾ 60 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ മിസ്സിംഗ് ആയിട്ട് ഞങ്ങളിപ്പോൾ കണക്ക് നോക്കുമ്പോൾ ഒരു 62 ആളുകൾ മിസ്സിംഗ് ആണ്. നമ്മൾ മുണ്ടക്കയത്ത് മാത്രം കേട്ടോ, ചൂരമലത്തെ അല്ല. ചൂരമലത്ത് വേറെ കണക്ക്. ഇതിപ്പം പുഞ്ചിരിമട്ടം മുണ്ടക്കൈ മാത്രം. അന്ന് ഒരു 80, 89, 90 ആളുകളോളം ഞങ്ങൾക്ക് മരിച്ചവും കൺഫേം ആയിട്ടുണ്ട്. ഒരു 62 ആൾ മിസ്സിംഗ് ആണ് ഇനിയും. ഈ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരാള് കാർത്തേട്ടൻ്റെ ബോഡി കിട്ടി, അത് സംസ്കരിച്ചു. ബാക്കി കുറേ പേരെ കിട്ടാനുണ്ട് ഇനിയും. ശരി. ഈ പള്ളി ഹൈറ്റിലുണ്ട് പറഞ്ഞിട്ടാണ് ആൾക്കാർ ഉള്ളിൽ ഓടിക്കയറുകയും അവിടെ നിന്ന് പൊട്ടിയിട്ട് ഒരു ശ്വാസം പ്രോബ്ലം പൊട്ടിയിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. മനസ്സിലായോ? വണ്ടിയിലാണ് കണ്ടോളെ, അങ്ങനെ ഇന്ന് കണ്ടോളിരിക്കുന്നത്. ആയിക്കോട്ടെ. ഏത് ടീം അത്? ആയിക്കോട്ടെ.